വീഡിയോ ആണ്. അതിനെയും കൂടിയൊക്കെ അണ്ണൻ തന്നെ കട്ട് ചെയ്ത് സൈഡിലൊക്കെ വെച്ച് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. ദൈവത്തിനറിയാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. എന്തൊക്കെയോ ഉദ്ദേശിച്ച കാര്യമായിട്ട് ഒന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ അണ്ണന് അന്ന് സൈഡിൽ ബ്ലാക്ക് ഹാറ്റ്സിനെയൊക്കെ നിർത്തിയിട്ട് വൻ പ്രൊട്ടക്ഷനിൽ നിന്നിട്ടാണ് മീഡിയയിൽ ബൈറ്റൊക്കെ കൊടുത്തോണ്ടിരുന്നത്. വലിയ പുള്ളിയാ, ഇത്ര കോടീശ്വരനല്ലേ, രാജാവല്ലേ, എന്താ അണ്ണന് വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ വരെ നിർത്തിവെക്കും, അമ്മാതിരി ടീമല്ലേ അണ്ണ എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അതാ പറഞ്ഞത്. എന്തായാലും ഇനി വേറൊരു സംഭവം നോക്കാം. വേറൊന്നുമല്ല, ചെകുത്താൻ മൂപ്പൻ വ്ളോഗുമായിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒരുമാതിരി ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ ആ ഒരു ക്ലിപ്പ് കൂടെ ഒന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ടോ. ഇതുപോലെ തന്നെയാണ് എൽസബത്തും പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നപ്പോ അതൊക്കെ ഒത്തുതീർപ്പ് പോലത്തെ പരിപാടികളായി മാറി. അതാണ് ഈ പുള്ളിക്കാരത്ത് വീണ്ടും ഇതിന്റെ പുറകെ പോവാത്തല്ലേ, പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോവാത്തത്. കൂടാതെ പിന്നെയും ഒന്നുകൂടെ അയാൾ ശ്രമം നടത്തിയിട്ടുണ്ട്, അതും പരാജയപ്പെട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് പോലീസിലോട്ടൊന്നും ചെന്ന് കയറാൻ ഇനി അവർക്ക് അതിനുള്ളൊരു അവസ്ഥ അല്ല. അതുമല്ല മൊത്തത്തില് ഇതെല്ലാം കൂടെ പറഞ്ഞു തീരുമ്പോഴത്തേക്കിന് ആള് വിഷമിച്ചു പോകും. അതുപോലത്തെ അവസ്ഥകളുണ്ടല്ലോ, മനസ്സിലായില്ല. അപ്പൊ ഈ ഏത് സമയത്ത് ഒരു ദിവസം അനുഭവിച്ചത് ഒരു എത്ര വർഷം ജീവിച്ചതിന്റെ കൂടെ അത്രയും ദിവസവും അയാണ്ട് എന്താ പീഡിപ്പിക്കപ്പെട്ട ഒരാള്, മനസ്സിലായോ? ഓരോ സ്ഥാനങ്ങളെ വെറൈറ്റിയാ. എന്താ ഈ പറ്റിക്കല്ലേ, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് 41ാമത്തെ വയസ്സിലെങ്ങാണ്ട് ഇവര് ജാതദോഷമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോ കള്ളത്തരൊക്കെ പറഞ്ഞ് ഒരു കൂടെ താമസിപ്പിച്ച് വലിയ ഫംഗ്ഷൻ ഒക്കെ നടത്തി വീട്ടിൽ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി കുറെ കരികടയാണ് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അവസാനം ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പോലത്തെ പരിപാടിക്കും കൂടെ നിന്ന് ഇത്രയും നോക്കി ഒരു അവൻ അവസാനം പറഞ്ഞു പിടിപ്പിക്കുന്നതൊക്കെ വേറെ. പിന്നെ ഫേക്ക് ഐഡികളിൽ കൂടെ ഓരോരുത്തർ വന്ന് കമന്റുകളിലും ഒക്കെ ആയപ്പോഴാണ് ഈ പെൺകുട്ടി പ്രതികരിക്കാൻ തുടങ്ങിയത്. അതൊക്കെ ഇത്രയൊക്കെ ആയപ്പോ കുറച്ച് റിലീഫായി തുടങ്ങി കാണുമായിരിക്കും, മനസ്സിലായി. ഇനി ഇത് കുറച്ചുകൂടെയൊക്കെ മാറ്റിയാൽ ചിലപ്പോ കേസോ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മൂപ്പന്റെ ആ ഒരു കോളില് ചെകുത്താൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കേട്ടിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവരനുഭവിച്ച കുറേ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മെയിൻ സ്ട്രീമിലുള്ള ഒറ്റ മീഡിയാസ് പോലും ഈ സംഭവം ഏറ്റെടുക്കുന്നില്ലല്ലോ. എന്നിട്ട് വേണ്ടേടെ, ഒരു പെണ്ണല്ലേടെ എലിസബത്ത്. ആ പെണ്ണ് ഇത്രയും ദ്രോഹം ഒരുത്തന്റെ അടുത്തുനിന്ന് അനുഭവിച്ചിട്ട് അവൾ വന്ന് ഇത്രയും കാര്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടും ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ എടുത്തു വെച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടും ഇവിടെ ഒരു മെയിൻ സ്ട്രീം മീഡിയാസും ഒരു ചാനൽസും ഇതൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോടെ. എന്തുപാടേ അവിടെ ഇതുപോലത്തെ കേസൊന്നും അറ്റൻഡ് ചെയ്യില്ല എന്നെന്തെങ്കിലും അജണ്ടയുണ്ടോ അറിയില്ല, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇടണം.